വീണ്ടും വ്ളോഗ് ഇട്ട് തുടങ്ങിയതിന് ശേഷം ഇന്ന് നമ്മൾ നീണ്ട കാലത്തിന് ശേഷം എറണാകുളത്ത് ഷൂട്ടിന് പോവുകയാണ്. അതായത് മഴവിൽ മനോരമയിലെ ബമ്പർ ചിരിയുടെ ഷൂട്ട് നാളെ തുടങ്ങും ഗൈസ്. അമ്മ ഗുഡ് മോർണിംഗ്. ഒരു സീരിയസ് ലുക്ക് നോക്കണേ. ഇഡ്ഡലി വെക്കുന്നതിന്റെ സീരിയസ്നെസ് ആണല്ലേ അമ്മ. അത് ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. സന്ദീപേ എടാ സന്ദീപേ, വീട്ടിൽ ടി വി കൊണ്ട് വെച്ചിട്ട് എന്താ അടിപൊളി. അമ്മക്ക് ഇഷ്ടപ്പെട്ട് അമ്മ ചോദിക്കണം കാർത്തിക്കിന് ഭയങ്കര എമൗണ്ട് ആയ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മക്ക് വേണ്ടി കാർത്തിക് വാങ്ങിച്ചു. നീ ഒന്ന് തള്ളിയല്ലേടാ. ടി വി കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു കാർത്തിക് വാങ്ങിച്ചു തന്നെയാണ് അമ്മക്ക് വേണ്ടി. അച്ഛാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛാ ഞാൻ മഴവില് പോകാൻ പോകണം കേട്ടോ. എത്ര ദിവസം ഷൂട്ട്? 5 ദിവസം ഷൂട്ട്. 5 ദിവസം ഷൂട്ടും കഴിഞ്ഞ് വരാം. അച്ഛൻ കാപ്പി കുടിച്ചാ? ഇല്ല, നിങ്ങൾ കഴിക്കേ. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ തെരളിയപ്പാണ്. നീ ഇത് കഴിച്ചു നോക്കിയാണ് എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാണ്. നീ ഇന്നലെ ഇല്ലേ, എവിടെ പോയിട്ട് നീ മഞ്ചേച്ചി കൊടുക്കാൻ നേരത്ത്? ഞാൻ ഒരു മരണമായിരുന്നു. ആണോ? ക്യാമറ പിടിക്കാൻ ഇവിടെ ഞാൻ എന്റെ പൊന്നോ ഗൈസ്, ഞാനിപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ക്യാമറ കൈ പിടിച്ചോണ്ടൊന്ന് ചെയ്യാം. കാരണം കുക്കിംഗ് ഒക്കെ 2 കൈയും വേണ്ടേ, അതും ക്യാമറ കൂടെ ഹാൻഡിൽ ചെയ്തപ്പോ പാട് കിട്ടുമോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉള്ള നല്ലതാണ്. ഇവിടെ എങ്ങനെ ഉണ്ടോ തെരളി? കൊള്ളാമോ? ടേസ്റ്റ് ആണോ? രാവിലെ രാവിലെ ഞായറാഴ്ച പണിക്ക് ആള് വരും. ഓ, ഞായറാഴ്ച പണിയുണ്ടല്ലേ? ഇനി ഇത് പൂർത്തിയാക്കണ്ട, പെട്ടെന്ന് പൂർത്തിയാക്കണ്ട. ഇങ്ങനെ ഇട്ടയ്ക്കാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ ഡാൻസ് അവർക്കെല്ലാം കാണിച്ചു കൊടുത്തടാ. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സന്ദീപിന്റെ ഡാൻസ്. അതെന്താ വെച്ചാ അവൻ ഡാൻസ് പഠിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസാദിന്റെ ഡാൻസ് ആണ്. എന്റെ അമ്മ എന്ത് വൈബ് ഡാൻസ് അവൻ. ഡാൻസ് തന്നെയാണ്. ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഡ്രസ് ഓരോന്നായിട്ട് മാറി. അത് പിന്നെ ഞങ്ങൾ പയ്യന്മാരെങ്ങനെയാണ് അച്ഛാ, ഞങ്ങൾ ആദ്യം കളിച്ചു തുടങ്ങുമ്പോ നമുക്ക് എല്ലാ ഡ്രസ്സും കാണാം. പിന്നെ പിന്നെ അമ്മ വിയർക്കുമല്ലോ അച്ഛാ. വിയർക്കും തോറും നമ്മൾ ഡ്രസ് ഊരിക്കൊണ്ടേയിരിക്കും. അതെ, അമ്മ വൈബല്ലായിരുന്നു അമ്മ. അല്ല ഇനി വെച്ചാ കല്യാണവും പരിപാടികളും ഒക്കെ വരെയല്ലേ. ഞാൻ നോക്കി ഒരുത്തൻ കാലില് മുള്ളുണ്ടതുപോലെ ഇങ്ങനെ തുള്ളുന്നു. വീഡിയോ വരുമ്പോഴാണ് സന്ദീപിന്റെ റിയൽ ഡാൻസിങ്. അതെ, അവന്റെ ഉള്ളിലെ ഡാൻസർ ഉണരാൻ പോകുന്നത് അപ്പോഴാണ് നമുക്ക്. എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുന്നേ അമ്മ നല്ലതായിട്ടൊന്ന് ഒഴിഞ്ഞു കളയും. എനിക്ക് അറിഞ്ഞൂടാ കേസ്. വീണ്ടും ആൾക്കാർ പറയും ഒന്നുമില്ല, അതൊക്കെ ചുമ്മയാണെന്ന്. എന്നാലും ഈ ദൃഷ്ടിദോഷം അത് ഭയങ്കരമല്ലേ. ഇതിപ്പോ ഈ ഒഴിഞ്ഞിട്ടില്ലേ, ഈ ഒഴിഞ്ഞിട്ടുന്നത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് അന്ധവിശ്വാസത്തിന്റെ മൂർത്തിമൽ ഭാവം എന്നൊക്കെ പറയും. കാവടി എടുക്കണ എനിക്ക് ഇതൊക്കെ എന്ത് ഓൾറെഡി ഞാൻ കാറ്റഗറിയിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിലുപരി അമ്മയുടെ ഒരു ഉത്കണ്ഠയാണ്, അതാണ് പ്രകടിപ്പിക്കുന്നത്. അമ്മ ഉത്കണ്ഠപ്പെടണ്ട, ഞാൻ സേഫ് ആയിട്ട് എത്തിക്കോളാം. ഓക്കെ, ആച്ചിയമ്മയാണെങ്കിൽ അയ്യോ അമ്മയുടെ ഇരട്ടി ഒഴിച്ചിലാണ് ആച്ചിയമ്മ. ആച്ചിയമ്മ ഇതില് പ്രോയാണ്. അമ്മ ആച്ചിയമ്മയുടെ ടെക്നിക്കുകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പോവാം. അപ്പൊ ഗൈസ്, ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. പോരെ, അത് വന്നിട്ട് കാണിച്ചപ്പോ അപ്പോഴത്തേക്ക് ഒരുവിധം ആവും ഗൈസ് ഇത്. അമ്മച്ചേ, ഞാൻ ഷൂട്ടിന് പോണു, പോയിട്ട് വരട്ടാ. എന്റെ വയർ മുടക്കൊക്കെ മാറിയാ? കുഴപ്പമില്ലല്ലോ. പോയിട്ട് വരാം. അച്ഛമ്മോ പോയിട്ട് വരാം, ഷൂട്ടിന് പോയിട്ട് വരാം. ഓക്കെ. ഇന്ന് അമ്മ ഒഴിഞ്ഞു തന്നു, സാറിന് അച്ഛമ്മയല്ലേ ഒഴിയണത്. ഓ, പോയിട്ട് വരട്ടാ. ടാറ്റ. ഓ, ശ്രദ്ധിച്ചോളാം. ഓക്കേ, ഇനി നമ്മൾ നേരെ എറണാകുളത്തേക്കല്ല ഗൈസ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് സുജിത്തേട്ടൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങണം. സുജിത്തേട്ടൻ അവിടെ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ എറണാകുളത്തോട്ട് പോവാം. ഒരുപാട് സാധനം ഉണ്ടല്ലോടാ. അമ്മ വന്നു വിട്ടേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഉറക്കം എഴുന്നേറ്റുള്ളല്ലേടി? നേരത്തെ കാലത്തൊക്കെ എഴുന്നേക്കട്ടെ പെണ്ണെ, ചുമ്മാരി. ഇത് നേരത്തെയാ.
ഇവിടെ തെരളിയപ്പോ എവിടെ ഇരിക്കണ്ട ആണോ നിക്കേടി വീണ്ടും ആ പഴം കൊടുത്തു വിട്ടാ. അമ്മയ്ക്ക് ആ ഒരു പഴം ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. എടി മാമി ഞാൻ തെരളിയപ്പോ ഉണ്ടാക്കി. ആ മാമിയുടെ രാവിലെ തന്നെ മാമിയുടെ ചിരി നോക്കടി. കഴിച്ചു നോക്കൂ മാമി എങ്ങനെ ഉണ്ടെന്ന് പറയൂ. മക്കളേടാ സുഖമാണോടാ ചക്കരെ? എന്തുണ്ട് വിശേഷം? സ്കൂളൊക്കെ അടച്ചാ? പഠിക്കുന്നുണ്ടാ നീ? എടി ഇവളല്ലേ പഠിത്തത്തിൽ കിടില്ല. ഓ ശ്രദ്ധിച്ചു പെണ്ണേ. എടി കഴിച്ചു നോക്കിയേടി. പല്ലി വെച്ചാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ പിന്നെന്തിനപ്പത്തിന് ടേസ്റ്റ് ചെയ്തിന്? കൊള്ളാം മാമി. ആ സെറ്റ്. എങ്ങനെയുണ്ടോ മക്കളെ? സെറ്റല്ലേ? അടിപൊളി. അത് മാത്രം കേട്ടാ മതി എനിക്ക്. കുറച്ചു നേരം സംസാരിക്കട്ടെ. ടാറ്റാ. വർഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ ലിറ്റ് വിളിച്ച് ഗൈസ് UK എന്ന്. അവൻ വിളിച്ചിട്ടടാ 2 മണിക്കൂറല്ലേടാ ഗൈസ്. ഇപ്പോഴാണ് കട്ട് ചെയ്ത്. സുഹൃത്തേന്റെ വീടെത്തുന്നവരെ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവന്റെ അടുത്ത് പറയായിരുന്നു, എടാ ഞാൻ കിട്ടാൻ പോണ പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇതിന് മാത്രം സമയം സംസാരിക്കാറില്ല. നീ ഇത് എന്തോന്നാടാ അത്? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നന്ദുവിനെ ആഡ് ചെയ്തു. 1 മണിക്കൂറുള്ള നന്ദു ഉണ്ടായിരുന്നു. നമ്മള് സുഹൃത്തേന്റെ ഇവിടെ എത്തി ഗൈസ്. സുഹൃത്തേട്ടൻ നമുക്കിന്ന് ബീഫ് കൊണ്ടുള്ള എന്തോ വിഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് നീ കഴിക്കൂല? പിന്നെ പണ്ട് അലർജി ആയിരുന്നവനാണ്. ഇപ്പൊ എന്റെ കൂടെ കയറി എല്ലാം തിന്നു തുടങ്ങി. അപ്പൊ നമുക്ക് സുഹൃത്തനെ കാണാൻ ഗൈസ്. എന്നിട്ട് എന്താണ് സുഹൃത്തൻ ഉണ്ടാക്കി വെച്ചേക്കെന്ന് നോക്കാം നമുക്ക് വേണ്ടി. നീരേച്ചി സുഖമാണോ? ഞാൻ വ്ലോഗൊക്കെ തുടങ്ങി. പിന്നെ കാണുന്നുണ്ടോ? അണ്ണ എവിടെ? ഹായ് അണ്ണാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് കഴിഞ്ഞ് ഗുഡ് ഉച്ച. ഇതാരാ? എന്റെ സുന്ദരി കുട്ടിയാണോ ഇവിടെ നിക്കണേ? യോ എന്റെ മാമയ്ക്ക് സുഖമാണോ? കഴിച്ചോ നീ? എന്താ കഴിച്ചേ? ഇങ്ങ് ബാ ചോദിക്കട്ടെ. കൊച്ചച്ഛൻ ചോദിക്കട്ടെ. കൊച്ചച്ഛന്റെ മോൾ എന്താ കഴിച്ച രാവിലെ? അപ്പാപ്പം കഴിച്ചോ? ഓഹോ. ആരാ അപ്പാപ്പം ഉണ്ടാക്കി തന്നേ? ആരാ ഉണ്ടാക്കി തന്നേ? അമ്മയാണോ? അമ്മുമ്മയാണോ? അണ്ണാ എന്തിനാ ഉച്ചക്ക് കഴിക്കാൻ നമുക്ക്? സംഘടിപ്പിക്കാന്ന്. അണ്ണ പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്ന് കേട്ടോ. ഓഹോ അങ്ങനെ. അയ്യോ ഞാൻ എന്തായാലും കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരാം സുഹൃത്തുക്കളെ. എന്തോ ഒരു വലിയ സാധനം അണ്ണൻ ഈ അണ്ടാവിന്റെ എന്തിനാണ് ചരുവത്തിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി കണ്ടുപോക്കാം എന്താണെന്ന്. അണ്ണാ ഇത് പൊട്ടിക്കണ്ട. ഞാനും കൂടെ പൊട്ടിക്കട്ടാ. ഓ എനിക്കുണ്ടല്ലോ ഈ ദമ്മ് പൊട്ടിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള സാധനം പുറത്തു വരും. അപ്പൊ നമുക്കത് തിന്നാം. പുറകെട്ടോ അണ്ണാ. ഓ നിങ്ങൾക്കിത് കണ്ടുകൂടാ. പക്ഷെ ഇതിനകത്തുനിന്ന് അതിമനോഹരമായ ഒരു മണം പുറത്തോട്ട് വരുന്നു. ഓ അണ്ണാ ഇതെന്താണ് വെച്ച് വെച്ചേക്കണത്? ഇത് ഞാൻ വെച്ചതല്ല, ഒരാളെ കൊണ്ട് വെപ്പിച്ചതാണ്. ആണോ? ആരാ വെച്ചേ? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്കൊക്കെ ഇവിടെ കുക്ക് ചെയ്ത പുള്ളി ഓർമ്മയുണ്ടോ? ജുനൈദിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. ജുനൈദ് അണ്ണാ താങ്ക് യു. അതായത് എനിക്കിപ്പം തൃശങ്കൂർ നിൽക്കുന്ന സംഭവം ആയതുകൊണ്ട്. അതെ അതെ അണ്ണ എന്തുകൊണ്ടാണ് തൃശങ്കൂരിൽ നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഭക്ഷണത്തിന് മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റ് എന്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് വെച്ച് തരുമോ എന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അണ്ണാ ഇതിനകത്തോട്ട് ചാമ്പ്. ഓ അണ്ണാ ബീഫ് ബിരിയാണി അല്ലേ? ബീഫ് ബിരിയാണി പോത്ത്. റൈസ് കുറച്ച് മതി. ഇല്ലെങ്കിൽ ലക്ഷ്മി ചെയ്ത് കളഞ്ഞു. ഇപ്പൊ തന്നെ കഴിച്ചു പോത്ത് കേട്ടത്. ജുനൈദ് അണ്ണൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ജുനൈദ് അണ്ണൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അതിലെ കുറച്ച് സാലഡ്സും ഒക്കെ ഉണ്ട്. ഞാൻ കഴിക്കുവാനല്ല കിണ്ണം ടേസ്റ്റ്. ഈ ജുനൈദ് അണ്ണൻ വെക്കണ്ണ. ഈ ജുനൈദ് ഇക്കയാണ് അണ്ണനാണ്. എന്താണെന്ന് എന്തായാലും
ഈ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ അവൈലബിൾ ആയിരിക്കുമോ? അവൈലബിൾ ആണ്. ആണോ? എന്നാ നമുക്ക് നോക്കാം ഗൈസ്. എന്റെ നമ്മുടെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ കണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തില് ജുനൈദ് കുക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ജുനൈദാണ് അന്ന് ചെയ്തേക്കുന്നത്. ഞാൻ ഒരു പൈസ ഇത് പ്രൊമോഷൻ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റ് ബിരിയാണി. ഞാൻ കളിക്കുറവല്ല. അപ്പൊ ഇനി നമുക്ക് കഴിക്കട്ടെ. അവൻ കഴിക്കട്ടെ. ഞാൻ കഴിച്ചിട്ട് അണ്ണന്റെ പുതിയ സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് സംഭവം. അണ്ണ വേറെ ലെവലിൽ പോയാണോ നിങ്ങൾ നോക്കിക്കോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ബിരിയാണി. ജുനൈദൊക്കെ സമ്മതിക്കണം കേട്ടോ, കിട്ടും ടേസ്റ്റ്. ബീഫൊക്കെ നല്ല അലുത്ത ബീഫ്. ഞാൻ അങ്ങ് കണ്ടാ. എന്നിട്ട് ലേശം ചോറിൻ്റെ കൂടെ സലാഡൂടെ വെച്ചിട്ട് കടയിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് പോയി വാങ്ങിച്ച് തിന്നായിരുന്നു. സോറി. എന്തിനാ നിന്നെ കൊണ്ടേ നമ്മളെ മുമ്പേ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ആണ് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഇവള് കടന്ന് വിളിക്കുന്നത്. എന്നാലും വലിയ അക്രമമായി പോയി മക്കളെ. ഞാൻ കൊച്ചച്ചൻ രാത്രി കൊച്ചിന് ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയില്ല. അപ്പൊ കൊച്ചച്ചൻ ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങണ്ടേ ഇടിച്ചും ശരി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. എനിക്ക് പഴയ വണ്ടികളോടുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. RX-100, ബുള്ളറ്റ്, ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അണ്ണൻ്റെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അണ്ണൻ പെട്ടെന്ന് രാവിലെ ഒരു വണ്ടി ഓട്ടിച്ച് വീട്ടിലോട്ട് കയറി വന്ന് വണ്ടി കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി സുഹൃത്തുക്കളെ. ഇതാണ് ആ വണ്ടി. അതായത് ഇതിൻ്റെ നമ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. KRY 1141. ഇത് 97 മോഡൽ അല്ല, 87 മോഡൽ ബുള്ളറ്റ് ആണ്. അണ്ണാ ഈ ബുള്ളറ്റിന്റെ വേറൊരു പ്രത്യേകത അണ്ണ എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്താണ്. അതായത് ഇത് എന്റെ ഫാദർ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്, അണ്ണന്റെ അച്ഛന്റെ വണ്ടി. അതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വ്ളോഗ് കണ്ടാ ഇവൻ പേടിക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ? അതെ അതെ, ഞാൻ സ്ഥിരമായി പണ്ട് മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റോണ്ടിരുന്നപ്പോ പേടിച്ചോണ്ടിരുന്ന ആ ഫോട്ടോയിലുള്ള ആ മാമന്റെ വണ്ടിയാണ് സുഹൃത്തുക്കളെ ഈ വണ്ടി. മാമനാണോ അപ്പൂപ്പനാണോ? മാമൻ. അതെ മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സുഹൃത്തണ്ണന്റെ അച്ഛന്റെ വണ്ടി ഒരു സമയമായപ്പോ അവര് വിറ്റ്. എന്നിട്ട് ഇപ്പോ അണ്ണൻ ആ വണ്ടി ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് പോയി അത് വാങ്ങിക്കൊണ്ട് വന്ന കേസ്. ഓ, നൊക്ലാച്ചി ഉണർത്തുന്ന സാധനം തന്നെ അണ്ണാ ഇത്. അണ്ണ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഓ, ഇത് ഭയങ്കര ഫീലുള്ളൊരു സൗണ്ടാണ് കേസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബുള്ളറ്റാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഗിയർ വരുന്നത്. പിന്നെ ഇത് ന്യൂട്രൽ അടിക്കാനുള്ള സ്വിച്ചാണ്. സാധാരണ നമ്മുടെ ബൈക്കില് ഫസ്റ്റ് താഴോട്ടും ബാക്കിയെല്ലാം മേളിലോട്ടും അല്ലേ, ഇതില് ഫസ്റ്റ് മേളിലോട്ടും ബാക്കിയെല്ലാം താഴോട്ടുമാണ്. ഭയങ്കര രസം. നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ബുള്ളറ്റ് ആരുടെയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അണ്ണാ നിന്നില്ലേ? ഇനി നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് ഒന്ന് കേക്കട്ടെ ഞങ്ങള്. ഒന്നൂടാ ഒന്നൂടാ. ഒന്നൂടാ ഒന്ന് റേസ് ചെയ്തണ്ണ. ഓ, എന്ത് രസം ഗൈസ് ആ സൗണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയ ആള് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്ത് ഇതിനെ ഒരു പുതിയൊരു ലുക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നാലും അതിന്റെ എഞ്ചിനും അതിന്റെ അലോയ് വീൽസ് കയറ്റി ഒന്ന് പുതുക്കി. പക്ഷെ എന്നാലും ഇതിന്റെ ഹൃദയം ഇപ്പോഴും പഴയതാണ്. എത്രയാണ് ഇത് എടുത്തപ്പം? 160 ഗൈസ് ഇപ്പൊ എടുത്തപ്പം. നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ഒരു പുതിയ ബുള്ളറ്റ് എടുക്കണമെങ്കിൽ തന്നെ 2 അടുപ്പിച്ചാവും എന്റെ രൂപ ശരിയാണെങ്കിൽ. 160 ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വാല്യൂ വിന്റേജ് വണ്ടിയാണെന്നുള്ള വാല്യൂ മാറ്റി വെക്കട്ടെ ഗൈസ്. പക്ഷെ ആ ഇമോഷണൽ വാല്യൂ ഉണ്ടല്ലോ, അത് എത്ര കൊടുത്തെടുത്താലും നമുക്ക്. കാരണം അണ്ണന്റെ അച്ഛന്റെ വണ്ടി അത് വിൽക്കേണ്ടി വന്ന് അത് പിന്നെ അണ്ണൻ പോയി എടുത്ത് അതൊരു സ്റ്റോറി തന്നെയാണ് ഗൈസ്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്താണ് പുള്ളി. അത് നന്നായിട്ട് ഭയങ്കര സ്നേഹിച്ചു. കാരണം എന്താണ്ട് അലോയ് വീൽസ് ഒക്കെ കയറ്റി ഇതൊക്കെ നല്ല നല്ല ബ്രാസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ കാണുന്ന ബൈക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ റിലേറ്റ് ആവൂലെങ്കിലും
വണ്ടിയൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി കാരണം കൊടുക്കേണ്ടി വന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവും, നമ്മൾ തിരിച്ചു പോയി വാങ്ങുമ്പോൾ ഉള്ള ഒരു ഫീൽ. ഇതാണ് നമ്പർ 1 സംഭവം. ഇനി നമ്പർ 2. കിടക്കുന്നേ ഉള്ളൂ. അതെ അതെ സുഹൃത്തുക്കളെ, നമ്പർ 2 അണ്ണനൊരു കോഴി അല്ല, അതല്ല അല്ല അവിടെ പറ, ബാക്കി പറ. അതായത് നമ്മള് കുറച്ച് അഗ്രികൾച്ചർ സംഭവത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതെ, അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കോഴി വളർത്തല്, അതും തനി നാടൻ. നമ്മളെ പണ്ട് നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ചകഞ്ഞി നടക്കുന്ന കോഴികളില്ല നമ്മുടെ അതെ വീടുകളില്. അതെ, ആരോഗ്യമുള്ള കോഴികള്, നമ്മൾ കടിച്ചു കഴിയുമ്പോൾ പല്ലുടക്കുന്ന ടൈപ്പ് കോഴികള്, ആംബിയറുള്ള കോഴികള്, അതെണ്ണം വളർത്തി തുടങ്ങി. അതിന്റെ ഒരു ചെറിയൊരു 10-14 കോഴികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് പിടിച്ച് കോഴി എന്ന് പറഞ്ഞിട്ട് വാഴയാണല്ലോ അണ്ണാ. അതൊരു പരീക്ഷണമാണ്. ഓഹോ, ഈ വാഴ അയ്യോടാ, എന്റെ പരീക്ഷണം വിജയിച്ചു കേട്ടോ. അയ്യോ നിക്കണ, എന്റെ പരീക്ഷണം വിജയിച്ചു. എന്തിനാ പരീക്ഷണം? അപ്പൊ കോഴി തിന്നേക്ക് നോക്ക്. കോഴി ഇത് കോഴി തിന്നേക്കുന്നതാണ്. കോഴി തിന്നേക്കുന്നാണത്. വാഴയുടെ മാണം തിന്നതാണ്. മാണം തിന്നു, ഇല തിന്നു. ഓ, അണ്ണൻ കോഴിയെ വാങ്ങുന്നത് മാത്രമല്ല സുഹൃത്തുക്കളെ, കോഴികളെ കൊണ്ട് പരീക്ഷണവും നടത്തുന്നുണ്ട്. അയ്യോ, അത് നല്ല ഇത് പിടിച്ചാടാ. അല്ല, ഇത് പിടിച്ചാണ് നാടൻ കോഴികൾ. സൂം ചെയ്തെടുത്തോ കോഴി. എടാ, ഒരെണ്ണം എന്റെ കൈ വാടാ, വ്ളോഗിൽ കാണിച്ചു കൊടുക്കാനാണ്. തരൂല, നിനക്ക് നിന്നെ പിടിക്കാൻ സമ്മതിക്കൂല എന്നാ പറയുന്നത്. എടാ നില്ലടാ, നില്ലടാ കോഴി. നിനക്ക് ഞാൻ പിടിച്ചതാ. കെട്ടി കെട്ടി. പിന്നല്ല, നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഇത് നാടൻ കോഴിയല്ലേ അണ്ണാ? പ്യുവർ നാടൻ അട വിരിച്ചാണ്, അല്ലാതെ നമ്മുടെ ഇൻക്യുബേറ്റർ അല്ല, അട വിരിഞ്ഞ അടക്കോഴിയാണല്ലേ? അപ്പൊ ഇത് അണ്ണ ഇറച്ചിക്ക് വേണ്ടിട്ടാണ് ഇത് സെറ്റ് ആക്കണത്? അല്ലല്ല, മുട്ടയ്ക്ക് വേണ്ടി. മുട്ടക്കോഴിയാണല്ലേ? എല്ലാം മുട്ട. അയ്യോ, നിന്റെ അടുത്ത് വരുന്നോ? ഞാൻ കൊണ്ടുവരട്ടെ, നോക്കട്ടെ. പിന്നെ കൊച്ചിന്റെ അടുത്താ കോഴി. തൊട്ട് പോയി കണ്ട് തലേ തൊട്ട് നോക്കുവാവേ. നീ എന്റെ മണ്ടേക്കറി ചാടുവോ? അങ്ങനെ അണ്ണൻ കോഴി കൃഷി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നന്ദു കൃഷ്ണ ഇത് കാണുകയാണെങ്കിൽ അവൻ സന്തോഷിക്കണ്ട. അണ്ണൻ ഇത് മേളിൽ കയറുവോ? പറന്നു കയറാ. അതുങ്ങൾക്ക് പറന്നു കയറാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ. എനിക്ക് ഈ ഫാമിങ് ഇതിനെ കുറിച്ച് ഒരു ബന്ധമില്ല. ഞാനിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ വർഷയ്ക്ക് ഇങ്ങനെയുള്ള ഫാമിങ് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിത് കാണാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും. ആണോ? പിന്നെ ഇത് നാടൻ കോഴിയായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടൂലേ? അയ്യോ, എന്ത് രസമല്ലേ, എന്ത് ക്യൂട്ട് സാധനം. ഓടല്ലേ? എന്ത് പറ്റി? എന്താ വാവേ? അത് കൊടുക്ക്. ഓക്കെ, അത് തിന്നോളും കേട്ടോ. ബാ, ഇറങ്ങി. ഇനി പോയിന്റ് നമ്പർ 3 യുവർ ഓണർ. അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം. അതിന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 15 മീറ്റർ ദൂരം, അല്ല ഒരു 50 മീറ്റർ ദൂരം. എന്താടി ഇത്? ഹെൽമെറ്റ് വെക്കാതെ പോകുന്നെന്ന് പറയരുത്. ഇത് ഗ്രാമമാണ്, ഇത് ഗ്രാമത്തിന്റെ വഴിയാണ്. തൊട്ടപ്പുറത്താണ്, താഴെ വരെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയാലും എത്തും. അതെ അതെ, കണ്ടോ, നമ്മളിപ്പോ ഉരുണ്ടു പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പുറകിൽ സന്ധി വെളിയനും ഉണ്ട്. മക്കളെ പിടിച്ചിരുന്നോണ്ടേ. അണ്ണ ഇതുണ്ടല്ലോ അണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ അണ്ണ, ഇവക്ക് കോർ മെമ്മറിയാണ്. അച്ഛന്റെ കൂടെ ബുള്ളറ്റ് കയറി പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മകളാണ്. അവള് ചിലപ്പോ 56-ാമത്തെ അല്ലെങ്കിൽ 66-ാമത്തെ വയസ്സിലും അവളത് പറയും, അച്ഛന്റെ കൂടെ ഞാൻ പണ്ട് ബുള്ളറ്റിൽ ഇരുന്ന് പോയിട്ടുണ്ടെന്ന്. അതും 87 മോഡൽ ബുള്ളറ്റ്. ഓ, നൊസ്റ്റാൾജിക് സ്റ്റോറി സുഹൃത്തുക്കളെ. അണ്ണന്റെ വീട്ടിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം പോയാൽ മതി. അപ്പൊ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് ഒരു ഫാം. അതെ, അണ്ണൻ ഒരു ഫാമിങ്ങും തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. മൊത്തത്തില് 2 ഏക്കർ എടുത്തിട്ടുണ്ട്. 2 ഏക്കറിൽ അണ്ണൻ വാഴ കൃഷി, ആ വാഴയുടെ ഒരു തയ്യാൻ നിങ്ങൾ അവിടെ കണ്ടോ, വാഴ കൃഷി, ചീരകൃഷി എന്ന് വേണ്ട അനവധി തരം കൃഷികൾ ചെയ്യാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പൊ അതില് 2 സ്ഥലത്തായിട്ടാണ് ഫാം കിടക്കുന്നത്. 1 ഏക്കർ അവിടെയും പിന്നെ 1 ഏക്കർ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്തും. അപ്പം ഒരെണ്ണം ആദ്യം കാണിച്ചു തരാം. ആഹാ,
സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. അയ്യോ അണ്ണ, ഇത് അന്ന് വന്ന കണക്കല്ല കേട്ടോ അണ്ണ, ഇത് കംപ്ലീറ്റ് കിളച്ചല്ലേ? നഷ്ടു തുടങ്ങിയതാ. വിത്തും പാകിയോ? വിത്ത് ബാക്കി. എന്ത് വിത്താണ് ഇവിടെ ഇട്ടേക്കണത്? ഇവിടെ ഇപ്പം വാഴ ഇട്ടു, ചേമ്പ് ഇട്ടു, ചേന ഇട്ടു. വാഴയും ചേനയും ചേമ്പും ഇട്ടല്ലേ? ഇവിടെ ഒന്നും ഇട്ടില്ലല്ലോ വിത്ത്. ഇവിടെ ഇപ്പൊ ചീര പാകിയിട്ടേ ഉള്ളൂ. ഇവിടെ മാത്രം അല്ലേ? ഓ ഗൈസ് ദാണ്ട് ഇവിടെ ചീര പാകി ഇട്ടേക്കാണ്. ഓ എന്റെ അമ്മ ഇത് കാണുകയാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടാ. അമ്മയ്ക്കും കൃഷി ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയാണ് ഗൈസ്, ഇതൊക്കെ ചീരത്തൈയാണ് കേട്ടാ. ചീര മുളച്ച് വന്നേക്കുന്നതാണ് ഇതൊക്കെ. ഇത് കളയാണെന്ന് തോന്നുന്നു. ഇത് ചീര, ഇത്രയും ചീര. അണ്ണാ ഇവിടെ എത്ര സ്ഥലമുണ്ട്? ഇവിടെ 1 ഏക്കർ ഉണ്ടല്ലേ? ഇവിടെ ഒന്നും അപ്പുറത്തൊന്നും. അപ്പൊ അണ്ണ 2 ഏക്കർ ലീസിനെടുത്ത്. ഓ അണ്ണ പൊളിച്ചണ്ണ. അത് അണ്ണന്റെ ഒരു ഡ്രീം അല്ലായിരുന്നു? അത് ഡ്രീമാണ് ഈ ഫാം. ഇത് മാത്രമല്ല, ഒരു ഫാം ഹൗസ്. എന്താ പറയുന്നത്, പശുക്കള്, പോത്തിനെ വിടില്ല, പക്ഷെ പോത്ത് കൊണ്ട് കൊടുത്തു കേട്ടോ. ഗൈസ് ഇത് സത്യം പറഞ്ഞ ഒരു ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഒരു ഡ്രീമിന്റെ സാക്ഷാത്കാരത്തിന്റെ തുടക്കമാണ്. ഇനി ഇവിടെ അത്രയും വാഴ നിറഞ്ഞ്, ചീര നിറഞ്ഞ്, എന്തൊക്കെയാണ് നടുന്നു അതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വരണം. അതുകൊണ്ട് ഈ പരേടത്തില് ഒരു കുളവും ഉണ്ട്. ഇതിനകത്ത് മീനുണ്ടായിരുന്ന ചെറിയ മീൻ കിടക്കുന്നുണ്ട്. ആണോ? ഓക്കെ ഗൈസ്, കൃഷി ആവശ്യത്തിന് വെള്ളം എടുക്കാനായിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. കിടപ്പുണ്ട്. വരാലും കല്ലേമുട്ടി, നമ്മുടെ എന്താ പറയുക, കൈതക്കോര. കൈതക്കോരയോ? അതാരടാ കൈതക്കോര? ഇവിടുത്തെ മീനിന്റെ പേരുള്ള അണ്ണാ അത് ഈ ആലപ്പുഴ കൊല്ലം ഭാഗത്തുള്ള ഏതാണെന്നോ? നമ്മളവിടെ അതില്ല. വരാലറിയാം. കൈതക്കോര എന്ന് പറയുന്നത് മുള്ളുണ്ടാവും സൈഡിലോട്ടെല്ലാം. ഈ അതിന്റെ ചിറ മറ്റേ കരിമീന്റെ പോലെ ചിറ. ഓ ആ ചിറയെല്ലാം മുള്ളാണ് ഷേപ്പ്. തിരുവനന്തപുരംകാരെങ്കിലും ഉണ്ടെങ്കിൽ കൈതക്കോരയുടെ തിരുവനന്തപുരം വെർഷൻ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരിക. അപ്പൊ ഇതാണ് ഞാൻ കാണിക്കാവുന്ന അപ്ഡേറ്റ്. അണ്ണാ എത്ര തെങ്ങുണ്ടണ്ണ ഇവിടെ? ഇത് 40ഓളം തെങ്ങുണ്ട്. 40ഓളം തെങ്ങുണ്ട്. അണ്ണാ ഇവിടെ ചെത്ത് ഇറക്കാൻ പറ്റുമോ? ഇവിടെ ചെത്തുകാരില്ല. ചെത്തുകാരില്ലേ? ഇല്ലില്ല. കൊല്ലം ഭാഗത്തുള്ള ചെത്തുകാരുടെ ശ്രദ്ധയ്ക്ക്, കൊല്ലം ആലപ്പുഴയിലുള്ള മാവേലിക്കരക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ചെത്തുകാരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ചെയ്യും. തെളിയാൻ കുറെ തെങ്ങുകളുണ്ട്. അതെ, കാരണം എന്താ, തെങ്ങോട് തെങ്ങ് തെളിയാനുണ്ട്. തെളിച്ചെടുക്കണമെങ്കിൽ അത് പണ്ട് വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, തെങ്ങ് കായ്ഫലം ഇല്ലെങ്കിൽ ചെത്താൻ കൊടുത്തു കഴിഞ്ഞാൽ കായ്ഫലം വരുമെന്ന്. അത് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ പോവും. ഓ പൊളി സാധനം. എന്തായാലും അണ്ണാ പ്രൗഡ് ഓഫ് യു. താങ്ക് യു മോനെ. ഇനിയും ഇതൊരു വലിയ സംരംഭമായിട്ട് വരട്ടെ. ഇത് നല്ല കൃഷിയും നല്ല വിളവെടുപ്പും ഒക്കെ വരട്ടെ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 3 സർപ്രൈസുകൾ. നല്ല ഒരു കമോൺ, അടുത്തൊരു ഏരിയയും കൂടെ പോയിട്ട് നമുക്ക് അതും കൂടെ കാണാം. അണ്ണൻ തീയിട്ടല്ല ആണാ? ഇത് കടുക്കൂലേ? വലിയ തീ ആവൂലേ ഇത്? ആണോ? കുഴപ്പമില്ലല്ലേ? ഓ അത് കുറെ ഉണ്ട് ഗൈസ് അവിടെ ചപ്പ്. എന്നെ ഈ ഭിത്തിയിൽ നിന്നോണ്ട് ആരാ വിളിക്കുകയാണ്. ആരാ? എന്തിനാ എന്നെ വിളിച്ചേ? ഓ കണ്ടോളൂ. എന്താ പേര്? എന്റെ പേര് കനകമ്മ. ഹലോ കനകമ്മ ചേച്ചി, സുഖമാണോ? എന്താ വിളിച്ചത്? പ്രോഗ്രാമും കാണുന്നു. താങ്ക് യു. അപ്പൊ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇഷ്ടമാണോ പ്രോഗ്രാം? ആണ്, പക്ഷേ തൊഴിലുറപ്പുകാരെ ഇങ്ങനെ അധിക്ഷേപിക്കരുതെന്നൊന്ന് പറയണേ. അശ്ശടാ, ഞാൻ പറഞ്ഞേക്കാം. ആരാണ് അധിക്ഷേപിക്കണത്? ഈ തൊഴിലുറക്കമെന്നും പറഞ്ഞോണ്ടൊരു കാര്യം. ഞങ്ങള് പ്രോഗ്രാം കേൾക്കുമ്പോ ഞാനും തൊഴിലുറപ്പുകാരിയാണ്. അപ്പൊ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വിഷമത്തിന് കാര്യമാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാറില്ലല്ലോ. അല്ല, വരുന്നവർ അതിനകത്ത് സ്കിറ്റ് ചെയ്യുമ്പോഴല്ലേ ചെയ്യുമ്പോ അങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയല്ല എന്നൊന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞേക്കാം അവരുടെ അടുത്ത്. ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, 100 തികഞ്ഞു. ആണോ? ഓ 100 എണ്ണം ചെയ്യണമെന്നുണ്ടോ? ഒരു വർഷത്തിൽ 100 പണി ചെയ്യണം. 100 പണി ചെയ്യണം. അത് കഴിഞ്ഞാ പിന്നെ അടുത്ത സ്കീം വരണം അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് അത് 100 പണി ചെയ്തവർക്ക് 1000 രൂപ കിട്ടും. എന്നാന്നറിയോ, ഓണത്തിന് ബോണസ് ആയിട്ട് 1000 രൂപ തരും. അതൊക്കെ ഉണ്ട്. പിന്നെ ഈ അക്ഷിത തമ്പാട്ടിയോ എന്താ ഒരു കുഞ്ഞ് എത്തില്ലേ, അത് ഈയിടെ ഇവിടെ വന്നായിരുന്നു. അക്ഷിത തമ്പാട്ടിയോ? ഒരു കുഞ്ഞ് 4 വയസ്സുള്ള ഒരു മോള്. അപ്പൊ ഞങ്ങളതിനെ ഇവിടെ വെച്ച് കണ്ട് എന്നോട് ചോദിക്കും, അമ്മൂമ്മയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു, എന്റെ പേര് കനകയെന്നാ. ഞാനേ
വലിയ ആരാന്നറിയാവും, ഞാനൊരു സിനിമ നടിയാ. അമ്മൂമ്മ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങള് പോകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മഞ്ജു പിള്ള, അതുപോലെ തന്നെ കോട്ടയം നസീർ, പിഷാരടി, ബിബിൻ ജോർജ് എല്ലാരെയും ഒന്ന് അന്വേഷിച്ചതായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറുന്നൂറ്റിമംഗലം തരുവേല് തലക്കര പഞ്ചായത്ത് കരുവേലിൽ. അപ്പം എന്റെ പേര് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ശരി. സന്തോഷായില്ലേ? കാണാനെ കൊണ്ട് ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാന്നറിയാവോ? ആണോ? അയ്യോ, ഒരുപാട് സന്തോഷം. ഞങ്ങളൊക്കെ ഇവിടെ പണി ചെയ്ത് ഞങ്ങൾ തമ്പിച്ചവരാ. ആണോ? എന്റെ അണ്ണാണ്. അപ്പൊ കൃഷിക്കൊക്കെ എന്തെങ്കിലും സഹായമൊക്കെ പറഞ്ഞ് സഹായിച്ചു കൊടുക്കണം കേട്ടാ. ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്യാനായി. കേട്ടാ, ഒരു വാക്ക് പറഞ്ഞാ ഇവിടെ ആൾക്കാർ സെറ്റാണ്. ശരിയാവേ, ശരി, സന്തോഷം കേട്ടാ. പോയിട്ട് വത്താ. ഞാൻ പറഞ്ഞത് കണക്ക് അതൊരു വലിയ കാട്ടുതീ ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, കാട്ടുതീ അണക്കാണ് നമ്മുടെ പരിപാടി ഉണ്ടെന്ന്. ആഹാ, ഓഹോ, അയ്യോ അണ്ണ, എനിക്ക് ഉടയോ സിനിമ ഓർമ്മ വരണം. ഇതിന്റെ അകത്തുനിന്ന് വെള്ളം എടുക്കാനുള്ള സെറ്റപ്പാണ് ഗൈസ്. മോട്ടർ ഓൺ ആക്കിയിട്ട് കിർലോസ്കറിന്റെ ആണോ ഏതി കൂടെ? താണ്ട പറഞ്ഞ വെള്ളം. ഹായ്, ആദ്യമായിട്ടൊക്കെ ഓസ് കാണുകയാണ് ഹായിന്ന്. അണ്ണ ചീരക്ക് വെള്ളം ഒഴിക്കണേ ഗൈസ്. സന്ദീപേ വന്നേടാ, അവിടെ നീ പോയി നിൽക്കുകയാണെങ്കിലേ നമുക്ക് മറ്റേ പഴഞ്ചൊല്ല് പറയാം, വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോ ചീരയും തന്നെയാണ്. പോടാ, വർഷം കൊണ്ടിരുത്തണോ? ആണല്ലേ? പക്ഷെ നിനക്ക് കൃഷി ചെയ്യാൻ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് കേട്ടാ. നല്ലൊരു ആശയമാണത്. എന്താണ് ഇവിടെ ഒഴിക്കണത്? ഓ, അത് തണുക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ? ചീര നനയ്ക്കുന്ന അണ്ണൻ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, മതിലുകളില്ല. ഓ, വാഴ നടൂല അണ്ണ ഇനി ഇവിടെ? ഇവിടെ വാഴ? ചുമ്മാ ഇവിടെ അടിയിലൊക്കെ വാഴ വേണം. സത്യം കേട്ടാ അണ്ണാ, ആ കമുക് പട്ടു പോലെ അണ്ണാ പോയതാണാ? ആ, ഓമ്പോ, പഞ്ചാബിലൊക്കെ അവര് തീയിടണ കേട്ടാ. കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടശേഖരം ലോഹറി എന്ന് പറഞ്ഞൊരു ഉത്സവം ഉണ്ട് ഗൈസ്. ആ ലോഹറി എന്ന് പറഞ്ഞ ഉത്സവത്തിന് ഈ ഹരിയാനയിലും പഞ്ചാബിലും ഉള്ളവരൊക്കെ അവരുടെ കൃഷിയിടങ്ങളിൽ ബാക്കി വരുന്ന പുല്ലും മക്കോലും ഒക്കെ എടുത്ത് തീയിടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഡൽഹിയിൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കാണാനേ പറ്റൂല. ഡൽഹിയിൽ ഇത്രയും പൊല്യൂഷൻ കൂടാൻ കാരണത്തിൽ ഒരു വലിയ പങ്ക് അതാണ്. അതെ, രണ്ടും കൂടെ വരുമ്പോ തികയും അവിടെ. എന്നാലും കൊള്ളാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കട്ടെ ഗസ്റ്റുകൾ. ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നല്ലോ. മാമി, അയ്യോ വേണ്ട വേണ്ട, ഇറങ്ങണ്ട. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ കനാല് കാണാൻ വരുവാ. കനാല് കാണാൻ എന്നെ വിളിച്ചേക്കാണ് സുഹൃത്തുക്കളെ ഇവർ. അണ്ണൻ കെട്ടിവെച്ചല്ലേ ഇത്? എന്റെ വേലി പൊളിക്കാതെ അപ്പുറത്തൂടെ പോടാത്. അവര് ഭയങ്കര സ്നേഹത്തോടെ ഇവിടെ വന്ന് വിളിച്ചു കേട്ടാ. അവരുടെ കനാലൊക്കെ കണ്ടിട്ട് പോവാന്ന്. അപ്പൊ എങ്ങനെയാ വേണ്ടെന്ന് പറയണത്? കുറച്ച് താമസം എറണാകുളം എത്തിയാലും കുഴപ്പമില്ല നമുക്ക്. ഓ, ഇവിടെയാണല്ലേ വാഴ ഇട്ടേക്കണത്? ഇത് ചേമ്പാണാ? നീ നടന്നു വന്നിടത്തെല്ലാം വാഴയാണ്. ഓ, അടിയിൽ വാഴയല്ലേ? അപ്പുറത്ത് മനസ്സിലാവും ആണല്ലേ? ടെക്നോളജി എന്താ ചെയ്തത്. ഓ, ഓക്കെ. ഇത് അത്രയും ചേനയാണ് കേട്ടാ. ചേനയും ചേമ്പും നട്ടേക്കാണ്. സന്ദീപ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വേറെ ലെവലിൽ പോകും കേട്ടോ. എന്തോ ഇതിനെ കൂടെ കയറുന്ന കേട്ടോ കുറച്ചുകൂടെ എളുപ്പം. ഒന്നേടാ, ഇത് സുൽത്താന്റെ വീട്ടില് ജോലിക്ക് ചേച്ചിയാണ്. ചേച്ചി കുടുംബശ്രീയിലുള്ളതാണല്ലേ? നമ്മുടെ സ്വന്തം. എനിക്ക് സംശയമുണ്ട്, ഇവര് രാവിലെ അറിഞ്ഞിരിക്കണു ഞാൻ ഇവിടെ എത്തുന്ന ന്യൂസ്. ഈ ന്യൂസ് എങ്ങനെ പുറത്തായി എന്ന് എനിക്ക് അറിയണം. ഗ്രാമപ്രദേശത്തൂടെ ഉള്ള യാത്രയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ നടക്കാൻ വരാൻ പറ്റിയ സ്ഥലം.
ഓ ഇവിടെയാണല്ലേ കനാല്. എന്താ കനാല്? ഇവിടെയാണ് കനാല് കേട്ടാ. ഇന്ന് ആക്ച്വലി വെള്ളം കുറവാണ്. അണ്ണാ ഇത് മറ്റേ ബയോഡക്റ്റ് അല്ലേ? ഡയറക്റ്റ് അണ്ണാ ഇത്രയും കിടുക്കാച്ച ഒരു സ്ഥലം ഉണ്ടായിട്ട് അണ്ണ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അണ്ണാ ഇത്രയും നാളായിട്ട്. എടാ ഈ വെള്ളത്തിൽ വന്നിട്ട് നിന്നെ മുക്കാൻ പറ്റുമോ? ഞാൻ കുളിക്കും. നീ കുളിക്കുന്നില്ല, നീ ഓൾറെഡി ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ പോയാണ് അങ്ങോട്ട്. അതൊക്കെ പോവാണ്. യോടാ പാവി. എന്താമീ തുളുമ്പി കിടക്കുവായിരുന്നല്ലേ? ഓ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളാമി? ഇത് പമ്പയാറ്റിന്ന് അവർ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതാണല്ലേ? ഹലോ, കുളിയൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടാടാ? നീയാണോ ഇവിടെ മീനിനെ പിടിക്കാൻ ഇറങ്ങിയെന്ന് അറിഞ്ഞോ ഞാൻ? ആണോടാ? അമ്പോ കിടിലം വൈബ് സ്ഥലം കേട്ടാ. ഇത് ഇവിടെ വന്നില്ലായിരുന്നേ നഷ്ടമായി പോയനാ. എന്താണ്? ഞാൻ കണ്ടു. ഞാൻ കണ്ടു. അതാണ് മാമിയുടെ വീട്. നോക്കൂ സുഹൃത്തുക്കളെ, നല്ല മനോഹരമായ വീട്. ഇവിടെ ആള് കൂടുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. ആണോ? കൂട്ടണ്ട കൂട്ടാനായിട്ട് ഇനി ഒരു ദിവസം ഞാൻ വരാം. അയ്യോ ഇവിടെ കുളിക്കാൻ ഒരു ദിവസം എന്തായാലും വരും കേട്ടോ. എടാ വെള്ളത്തിൽ നിന്ന് കയറാ, കൊതിപ്പിക്കാതാ. ഹലോ, നിന്റെ പേരെന്നാടാ? ധ്യാൻ. ആഹാ, ഇവിടെ പൊളി സ്ഥലമല്ലേ? ഇതാരാ ആരാ നീ? എന്താ നിന്റെ പേര്? ചേച്ചിയുടെ മോളാണോ? മക്കളെ എന്താ പേര്? എന്താ പേര്? എത്ര പഠിക്കുക? 6 മെഡിക്ക്. നീ എത്ര പഠിക്കാടാ? 1 ഒരാളൂടെ ഉണ്ടോ? കുഞ്ഞാണോ? അവിടെ നിക്കട്ടെ. ഇവിടെ സന്ദീപ് വന്നേടാ. ഇതിന്റെ കരയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റീല് കണ്ടിട്ടുണ്ട്. ഈ ഇതുപോലെ ഇങ്ങനെ ബയോഡക്റ്റ് അല്ല, ഈ വാട്ടർ ഡക്റ്റ് പോകുമ്പോൾ അതിന്റെ മണ്ടേ കിടന്ന് കുളിക്കണം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഇതിന്റെ ലൊക്കേഷൻ ഒരുപാട് തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലേ. നോക്കിയാ അയ്യോ എൻ്റെ മോനെ, നോക്കിക്കേ ഗൈസ് എന്ത് നീളത്തിന് കിടക്കണമെന്ന്. എടാ നല്ല വെള്ളോടാ, ഉറപ്പ്. അണ്ണാ ഇതിപ്പോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇവിടെ ഇറങ്ങിയിട്ടല്ലേ അണ്ണാ പോവുള്ളൂ. ഇത് കണ്ടമാന ഏരിയ കേട്ടാ ഇത്. ഗൈസ് നമ്മളൊരു ഹിഡൻ ജെം സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. സുഴുത്തണ്ണന്റെ ഫാം അവിടെ, കനാൽ ഇവിടെ. എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്ന് ചാടിയിട്ടാടാ. എറണാകുളം പോവാനുള്ളതാ ആണല്ലേ? കൊതിയാ അവിടെ കണ്ടിട്ട്. എടാ ഒന്ന് പാൻറ് ഊരിട്ട് ചാറട്ടാടാ. വേണ്ടേ? ഭയങ്കര വൈബ് ഗൈസ് ഇവിടെ. ഇതിന്റെ അവിടെയൊക്കെ ആയിട്ട് കുറെ വീടുണ്ട്. നമ്മളിട്ട തീ സുഹൃത്തുക്കളെ. ഇത് പൊളി കേട്ടാ ഇത്. എന്തിനാ ഇതിന്റെ അകത്താ? മൂർഖൻ എന്തിനാ ഒഴുകണത്? മൂർഖൻ ഒഴുകാതിരുന്നൂടെ? പൊളി. സന്ദീപ് വേടാ, ഇവിടെ നിന്ന് അപ്പുറത്തെ ആടി കണ്ട. എന്റെ കാലത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ കൊള്ളാം. ഞാൻ ഒരു സ്പോട്ട് കണ്ടു ജയ്സ്. ഉറപ്പ് ഞാൻ വരും ദിവസങ്ങളിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഒരു ദിവസം വന്ന് ഇതിനകത്ത് ചാടും, ഉറപ്പ്. ആലോചിച്ചൊക്കെയാണ് അണ്ണം വെച്ച് പറഞ്ഞ ബിരിയാണിയൊക്കെ തിന്നിട്ട് ഈ വെള്ളത്തിൽ ചാടി കിടക്കണം. പിന്നെ പൊളിക്കും കേട്ടോ, നമ്മള് പൊളപ്പനാക്കും. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണിച്ചു തന്നെ താങ്ക് യു കേട്ടോ. പോയിട്ട് വരട്ടെ. ടാറ്റ താണിക്ക് എല്ലാവരും കൂടെ ടാറ്റ. എങ്ങനെ കാണിക്ക ആണോ? പോയിട്ട് ടാറ്റ. അയ്യോ അടിപൊളി സ്ഥലം. വർഷത്തിൽ 2 വട്ടം ഇവിടെ വെള്ളം കാണുള്ളത്. അപ്പം വെള്ളം തീർന്നതിന് മുന്നേ വരണം. ഹായ്, എന്ത് ഭംഗിയുള്ള വ്യൂ ആണെന്ന് നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. നമ്മൾ നമ്മുടെ എറണാകുളത്തെ വസതിയിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. 10:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി പോവാ, കിടന്നുറങ്ങുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നാളെ മഴവിൽ ഷൂട്ട് തുടങ്ങും. ഇനി 5 നീണ്ട ദിവസങ്ങൾ മഴവില്ലാണ്. ഇവിടെയാണ് നമ്മുടെ ഡെയിലി ആയിട്ട് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് കുറച്ച് ട്രിക്കി ആവുന്നത്. കാരണം എൻ്റെ ഒരു ഡേയിൽ ഓൾമോസ്റ്റ് 12 മണിക്കൂർ അവിടെ സ്പെൻഡ് ആവുകയാണ്. അപ്പോൾ നോക്കാം, നാളത്തെ കാര്യം നാളെ.
ഇന്നത്തെ കാര്യം ഇന്ന് എന്നാണല്ലോ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ലവ് യു ആൾ.